സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ കെപിസിസി അധ്യക്ഷ കസേരയ്ക്കായി ചരട് വലിച്ച് കോൺഗ്രസ് നേതാക്കൾ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ട അവകാശവാദം ഉന്നയിച്ച് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ്, ബെന്നി ബെഹനാനായി എ ഗ്രൂപ്പും ജോസഫ് വാഴക്കിനു വേണ്ടി രമേശ് ചെന്നിത്തലയും മാത്യു കുഴൽനാടനായി കെ.സി. വേണുഗോപാൽ പക്ഷവും രംഗത്തുണ്ട്. തന്നെ കെപിസിസി അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷും രംഗത്തെത്തി. ഡിസിസികളിലും സമഗ്ര അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 7 ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റും. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വൈകിട്ട് ഡൽഹിക്ക് പുറപ്പെടും. ജിബിൻ ജെ.ബി ചേരുകയാണ്. ജിബിൻ, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് സ്വാഭാവികമായും സംഘടനാ തലത്തിൽ മാറ്റം വരുമെന്നും അപ്പോൾ കെപിസിസി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണല്ലേ ഈ ഗ്രൂപ്പുകളുടെയും ചരടുവലി നടക്കുന്നത്? അസുഖ തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ സണ്ണി ജോസഫ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ ഒരു കെപിസിസി അധ്യക്ഷൻ ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു അഭ്യൂഹമൊക്കെ അന്ന് പുറത്തു വരികയും ബെന്നി ബെഹനാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഔദ്യോഗിക പ്രഖ്യാപനവും സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം മാത്രം മതി കെപിസിസി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അന്ന് എഐസിസി നേതൃത്വം എത്തിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവകാശവാദം ഉന്നയിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നിലവിൽ യുഡിഎഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശാണ് ഏറ്റവും ഒടുവിൽ തനിക്ക് കെപിസിസി പ്രസിഡന്റ് ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം എഐസിസി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഖാർഗെ നേരിട്ട് ചെന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹം അക്കാര്യം രാഹുൽ ഗാന്ധി കൂടി നേരിൽ കണ്ട് അറിയിക്കുമെന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബെന്നി ബെഹനാണ്. എ ഗ്രൂപ്പ് ബെന്നി ബെഹനാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വിഭാഗം ജോസഫ് വാഴക്കിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചരടുവലികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്ന ഒരു കാര്യം, അദ്ദേഹം എഐസിസി നേതൃത്വത്തെ ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് നിലവിൽ മത്സരിച്ച തിരഞ്ഞെടുപ്പ് നേരിട്ട ജനപ്രതിനിധികളൊന്നും തന്നെ എംഎൽഎമാരോ എംപിമാരോ ഈ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ട, അതൊരു മറ്റൊരാൾ വരട്ടെ എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല മാത്യു കുഴൽനാടൻ കൂടി വരണമെന്നുള്ള ഒരു ആഗ്രഹം കെ.സി. വേണുഗോപാൽ എഐസിസി നേതൃത്വത്തെ കൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിർണായകമായ കെപിസിസി അധ്യക്ഷ പദവിക്കായും ചരടുവലികൾ അത് ഗ്രൂപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.